ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നമുക്കൊരു അടിപൊളി ഫിഷ് മോളി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കിങ് ഫിഷ് കൊണ്ടാണ്, നമ്മുടെ നാട്ടിലെ നെയ്മീൻ. അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നെയ്മീൻ തന്നെ വേണമെന്നില്ല, വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കാളാഞ്ചി, മോത അങ്ങനെയൊക്കെയുള്ള മീൻ ഫിഷുകളില്ലേ നാട്ടിലെ, അതുകൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ കിങ് ഫിഷ് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരെ ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ കിങ് ഫിഷ് നെയ്മീൻ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മളിങ്ങനെ സ്ലൈസായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്, നമുക്കിവിടെ ഇങ്ങനെ സ്ലൈസായിട്ട് കിട്ടും, നമ്മളത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇങ്ങനെ സ്ലൈസായിട്ട് വാങ്ങിക്കുമ്പോൾ അത് ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്ലൈസ് വാങ്ങിക്കുന്നത്. എന്നാൽ ഹോൾ ഫിഷ് വാങ്ങിച്ചാൽ നമുക്ക് ഒത്തിരി പണിയാണ്, അവർ കട്ട് ചെയ്ത് തരും, എന്നാലും നമുക്ക് പണിയാണ്. ഇത് സ്ലൈസ് ആകുമ്പോൾ ജസ്റ്റ് ഇതിൻ്റെ പുറത്തെ ആ തൊലികളൊന്ന് കളഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകി, നമ്മൾ കുറച്ച് ഉപ്പും വിനാഗിരി ലെമൺ ജ്യൂസൊക്കെ ഇട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ നമുക്കതൊന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇങ്ങനെ കണ്ട സ്ലൈസ് ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിലത്തെ സ്കിൻ മാത്രം റിമൂവ് ചെയ്താൽ മതി, ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ നടുക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞ് നമ്മൾ കുത്തിക്കളഞ്ഞ് അതിനെ നമ്മൾ പീസാക്കും. വേണേൽ നമുക്കിങ്ങനെ ഈ സ്ലൈസ് ഫുള്ളായിട്ട് ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പം ഞാൻ ഈ സ്ലൈസ് ഫുള്ളായിട്ട് എടുക്കുന്നില്ല, കാരണം ഇത് ദശക്കട്ടിയൊക്കെ ഉള്ള മീനായതുകൊണ്ടേ ഇച്ചിരി ചെറിയ പീസാക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടും, കുക്കാവും. അപ്പം ഞാനിവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കിങ് ഫിഷിനെ ഇവിടെ ഞാൻ ക്ലീൻ ചെയ്ത് പീസുകളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാനൊന്ന് മാറിനേറ്റ് ചെയ്തു. മാറിനേറ്റ് ചെയ്തത് ഒരു 1/2 ടീസ്പൂൺ സോൾട്ട്, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടീസ്പൂൺ ടർമറിക് പൗഡർ, നമ്മുടെ മഞ്ഞൾപ്പൊടി, ആൻഡ് 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത പെപ്പർ, എല്ലാം കൂടെ നന്നായിട്ട് രണ്ടും മിക്സ് ചെയ്ത് മാറിനേറ്റ് ചെയ്ത് നമുക്കൊരു 1/2 hour വെക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് പിടിക്കും നമ്മളൊരു അരമണിക്കൂർ വെക്കുമ്പോഴത്തേന്. പിന്നെ നമ്മൾ പെപ്പർ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി, ഒത്തിരി ഫൈൻ ആയിട്ട് പൊടിക്കുന്നത് ഇതിന് നല്ലതല്ല. അപ്പം നമ്മളിത് ക്രഷ് ചെയ്യുമ്പോൾ ഫ്ലേവറൊക്കെ ശരിക്കും ഇറങ്ങും. അപ്പോൾ നമ്മളിവിടെ ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയാണ്. ഞാനിവിടെ പാൻ ചൂടായപ്പോൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഫിഷിന് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോക്കനട്ട് ഓയിൽ, നമുക്ക് എത്ര ഫിഷ് ഉണ്ടോ അതിനാവശ്യമായ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കോക്കനട്ട് ഓയിൽ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഫിഷ് മോളിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടാൻ നല്ലത്. അപ്പോൾ ഇവിടെ ഓയിൽ ചൂടായി, അതിലേക്ക് ഞാൻ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ ഫിഷ് ഇവിടെ റെഡിയായിരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ ഫിഷെല്ലാം നമ്മുടെ എണ്ണയിലേക്ക് ആഡ് ചെയ്തു, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പുറം നന്നായിട്ട് ഫ്രൈ ആകുമ്പോൾ നമുക്ക് അടുത്ത മറിച്ചിട്ട് കൊടുക്കാം. ഒരു 3 മിനിറ്റ്സ് വെച്ച്, അല്ലെങ്കിൽ ഒരു 4 മിനിറ്റ്സ് വെച്ച് ഫ്രൈ ആയാൽ മതി. ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഫിഷ് മോളി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഫിഷെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തു. ആ സെയിം ഓയിലിലേക്ക് നമ്മൾ കുറച്ച് 2-3 പീസ് ചെറിയ പീസ് കറുവാപ്പട്ട, നമ്മുടെ സിനിമൻ, 5-6 ഏലക്ക, ഒരു 6-7 ഗ്രാമ്പു ഇത്രയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി, അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് എണ്ണയിലേക്ക് കുറച്ച് ജിഞ്ചർ, ഗാർലിക്ക്, പച്ചമുളക് എല്ലാം കൂടെ കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനൊരു 7-8 അല്ലി വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു പീസ് ഇഞ്ചി ഇട്ടു. ഇനി ഒരു 6-7 പച്ചമുളക്, കാരണം ഈ പച്ചമുളക് ചെയ്യുകയേ ഉള്ളൂ നമ്മുടെ ഫിഷ് മോളിക്ക്. അപ്പം മുളകിൻ്റെ എരിവ് അനുസരിച്ച് ആവശ്യത്തിനുള്ള മുളക്. ഇതൊന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോഴത്തേന് ഇതിലേക്ക് നമുക്കൊരു മീഡിയം സൈസിലുള്ള ഒനിയൻ കട്ട് ചെയ്ത് ആഡ് ചെയ്യും. അങ്ങനെ നമ്മുടെ ജിഞ്ചർ, ഗാർലിക്, പച്ചമുളക് എല്ലാം ഒന്ന് ചെറുതായിട്ട് ചൂടായി. അപ്പോഴത്തേക്കും ഞാനിവിടെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒനിയൻ ആഡ് ചെയ്തു. ഇനി ഒരു 1/2 ടീസ്പൂൺ
ഉപ്പും കൂടി ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ ഉപ്പ് ആഡ് ചെയ്തതാണ്. പിന്നെ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കൂടി ആഡ് ചെയ്യും. പിന്നെ ലാസ്റ്റ് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഒനിയനൊക്കെ ഒരു ചെറുതായിട്ട് ഗോൾഡൻ കളർ ആകാൻ തുടങ്ങി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഒത്തിരി ഗോൾഡൻ ആകേണ്ട കാര്യമില്ല, ഒന്ന് ചെറുതായിട്ട് ഗോൾഡൻ ആയാൽ മതി. ഇപ്പം നല്ല കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിവിടെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതിൻ്റെ പച്ചപ്പൊന്ന് മാറുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ 2ാം പാൽ ആഡ് ചെയ്യാം. അപ്പം നമ്മൾ കോക്കനട്ട് മിൽക്കിൻ്റെ 2ാം പാൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ കോക്കനട്ട് മിൽക്കിൻ്റെ 2ാം പാൽ ഇവിടെ ആഡ് ചെയ്തു. ഇതൊന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോഴത്തേന് ഇതിലേക്ക് 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത നമ്മുടെ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ കോക്കനട്ട് മിൽക്ക് ഒന്ന് ചൂടായപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ പെപ്പർ ആഡ് ചെയ്തു. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സായി ഒന്ന് ചൂടാകുമ്പോഴത്തേന് നമ്മുടെ ഫ്രൈ ആയിരിക്കുന്ന ഫിഷ് നമുക്ക് ആഡ് ചെയ്യാവേ. അപ്പോൾ ഫിഷ് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ഒരു ടൊമാറ്റോ സ്ലൈസ് ചെയ്തതോടെ ആഡ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഇവിടെ നന്നായിട്ട് ഒന്ന് കുക്കായിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് ഞാൻ തിളയ്ക്കുന്നു. അപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മുടെ 1ാം പാൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. 1ാം പാലും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫിഷ് മോളിക്ക് നല്ല കൊഴുപ്പ് കിട്ടുന്നതാണ്. പിന്നെ 1ാം പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ലോ ഫ്ലെയിമിലേക്ക് ഇടുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഒത്തിരി തിളപ്പിക്കാൻ പറ്റത്തില്ല, ഒന്ന് ചൂടാക്കുകയും ചെയ്യാവുള്ളൂ. തിളപ്പിച്ചാൽ നമ്മുടെ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള കറി ലീഫും ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ എല്ലാം കൂടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, റെഡിയായി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കട്ടിയുള്ള നമ്മുടെ തേങ്ങാപ്പാൽ 1ാം പാൽ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മളിവിടെ 1ാം പാലും ആഡ് ചെയ്തു. നമ്മുടെ ഫ്ലെയിം ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ചൂടാകുകയും ചെയ്യാവുള്ളൂ, തിളയ്ക്കാൻ പറ്റത്തില്ല. തിളച്ചാൽ നമ്മുടെ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു, എല്ലാം ഒന്ന് ചൂടായി. അത് കഴിഞ്ഞ് നമ്മൾ തന്നെ ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്യാവുള്ളൂ. തവയും തിളക്കിയാൽ നമ്മുടെ ഫിഷ് പൊടിഞ്ഞു പോകുന്നതാണ്. അപ്പം നമ്മളെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് ഇപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണൊന്ന് ചെക്ക് ചെയ്യുക. ഞാനിവിടെ എല്ലാം ചെക്ക് ചെയ്തു. നമ്മുടെ ഉപ്പ് എരിവും എല്ലാം കറക്റ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി ഫിഷ് മോളി ഇവിടെ റെഡി. ഇതിൻ്റെ ചൂട് കുറയുമ്പോൾ നമ്മുടെ കറിയുടെ ചാറ് ഒന്നുകൂടെ കുറുകുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീട്ടിൽ. നമ്മുടെ അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെഡി ടു സെർവ്. 1 ടേബിൾ സ്പൂൺ വിനീഗർ ഓർ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വിനീഗറാണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ അടിപൊളി ഫിഷ് മോളി ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുണ്ട്. നമ്മളങ്ങനെ റെഗുലറായിട്ടൊന്നും ഫിഷ് മോളി ഉണ്ടാക്കാറില്ല, ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ളൂ. പക്ഷെ നല്ല സൂപ്പറായിട്ട് ഒത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് വീട്ടിൽ നമ്മളെപ്പോഴും ഫിഷ് കറി തന്നെ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് ഇതൊക്കെ ഇടയ്ക്ക് ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ ഫിഷ് മോളിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്നത് തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Thank you. Take care. Bye bye. God bless.